Friends, Romans, countrymen, I have come here to bury Caesar, not to praise him. The evil that men do lives after the... പറ്റുമെന്ന് തോന്നുന്നില്ല. ലേശം സാമ്പിൾ പിന്നെ ജഗദീഷ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കമ്മിറ്റ് ഞാൻ കമ്മിറ്റി ആസിഫ് ഹീറോ ആയിരുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. വാഴ 2 എന്തെങ്കിലും വാഴ 2-ല് ഒരു അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛന്മാരുടെ കഥ പറയണമെങ്കിൽ മക്കളുടെ കഥ പറയണം. പടത്തിലില്ല. അതിനാണ് ഈ പരത്തുന്നത്. പോയപ്പോഴാണ് അറിഞ്ഞത്. പ്രായം പോലും കൂട്ടാറില്ല. അങ്ങനെ അതുകൊണ്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദൈവം പോലും മറന്നു കളഞ്ഞു. ആസിഫിക്ക സമചേച്ചിന്റെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കല്യാണത്തിന് വന്നപ്പോ എന്തായാലും ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഒരു കൺസേൺ ഒക്കെ ഉണ്ടാവും. അവർ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. അന്വേഷിക്കാൻ എളുപ്പമാണ്. ഗൂഗിളിൽ അടിച്ചു ആസിഫ് അലി. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സമയം കൊടുത്തു. അതിനുമ്പ് ഞാൻ കിട്ടി 10 ദിവസം കൂടുതൽ അത് ഇങ്ങനെ വരും. അതായത് കേട്ടോ വീട്ടില് നിർബന്ധിക്കുന്നുണ്ട്. ആരും ഞാൻ മല കാണുമ്പോ പുഴ കാണുമ്പോ അത്രേ ഉള്ളൂ. നിങ്ങൾ തന്നെ പറയൂ. വേറെ ആർക്കത് പറ്റും? അത് 40 കൊല്ലം വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ കൊണ്ടുപോയില്ലേ? എന്ന് പറയാൻ പറ്റും. ഞാൻ ജഗദീഷ് ആണെങ്കിൽ ഞാൻ പറയും ഇങ്ങനെയോ ഒക്കെ 40 കൊല്ലം ഇതേപോലെ പോയാ മതി. കൊല്ലംകാർക്കൊരു സന്തോഷ വാർത്ത. ലൈറ്റ് വെയ്റ്റിന്റെ റാണിയായ അൻഷുര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് ഇപ്പോ അടൂരും കൊച്ചിയിലും മാത്രമല്ല കൊല്ലം ചിന്നക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. നമസ്കാരം നമസ്കാരം നമസ്കാരം. അനശ്വര ജുവലേഴ്സ് പ്രസൻസ് ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് നമ്മുടെ മലയാളി പ്രേക്ഷകരെ ഏറെ കാണാൻ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രിയ താരങ്ങളാണ്. നമ്മുടെ ഇവരെയും പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ, ആസിഫിക്ക, അസിസിക്ക, സിദ്ധാർത്ഥ ഏട്ടൻ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. നമസ്കാരം. നമസ്കാരം. അതാണ് എന്റെ ഷോയുടെ തുടക്കം. അങ്ങനെ 3 പേർക്ക് തന്നോളൂ, 4 പേർക്ക് തന്നില്ല. അതാണോ? അല്ല, 4 പേർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത്. അതെ, എല്ലാവർക്കും കൂടെ ഉള്ള ഒരു നമസ്കാരമാണ്. നമസ്കാരം 4 പേരായിട്ട് ഈക്വൽ ആയിട്ട് പങ്കെടുത്തു. ഒരാൾക്ക് എത്ര കിട്ടും? അതെ. യെസ്, ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവർ 4 പേരും എന്റെ ഷോയിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ 4 പേരും ആദ്യമായിട്ടാണ് എന്റെ ഷോയിൽ വരുന്നത് അല്ലേ? അത് വേറെയാ? അങ്ങനെ ഇതില്ല. നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്കോഡ്. ആസിഫിക്ക ഭയങ്കര ചുള്ളനായിട്ടാണല്ലോ. ഇല്ല, ഞാൻ നേരത്തെ ഡ്രസ് ഇട്ടിട്ടപ്പോ എന്നെ എല്ലാവരും കൂടെ കളിയാക്കി മണവാളൻ. അതുകൊണ്ട് ഇന്ന് കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ഒരു യോയോ ആയിട്ട് ഇരിക്കാന്ന്. നമ്മുടെ മണവാളന് ഇത് എല്ലാ പോസ്റ്ററിലും ഒരു മണവാളൻ. ഇത്രയും പെട്ടുപോയ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് ആസിഫിക്ക പെട്ടുപോയ ചില മണവാളന്മാരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരു കല്യാണ സീനിൽ ഇത്രയും ദുഃഖിതനായിട്ട് ഒരു മണവാളൻ നിൽക്കുന്നതും. ഫുൾ പോസ്റ്ററിൽ ആസിഫിക്ക മാത്രമേ ഉള്ളൂ പെട്ടത്. ഇതിലൊക്കെ എത്ര കൈകളാ വന്നേക്കുന്നത്, പല പല എന്തൊക്കെയോ. അപ്പൊ നിഗൂഢത പെടുമ്പോ അങ്ങനെയാ, പിന്നിൽ കുറെ കൈകളുണ്ടാവും. ആസിഫിക്ക, അപ്പം ഇതാദ്യം പേര് കേട്ടപ്പോ ഈ ഒരു മൂവി ത്രില്ലർ ആയിരിക്കും എന്നൊക്കെയാണ് ആദ്യം ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഇതിന്റെ ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ ജോണർ വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ ഒരു എന്റർടൈൻമെന്റ് സെഷൻ ഉണ്ട്, കുറച്ച് ഫണ്ണ്, എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കും സംസാരിക്കേണ്ടത് മനസ്സിലായത്. സോ അതിലേക്ക് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് ആഭ്യന്തര കുറ്റവാളി? ആഭ്യന്തര കുറ്റവാളി സമൂഹത്തിൽ വളരെ അത്യാവശ്യമായി പറയപ്പെടേണ്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയാണെന്നും ഒക്കെ പല വ്യാഖ്യാനങ്ങൾ പല രീതിയിലും ഈ സിനിമയെ പറ്റി വന്നിരുന്നു. പക്ഷെ
വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ആണുങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല. ഓക്കെ ഓക്കെ, അത് ഇവിടെ ഗസ് ചെയ്തു കേട്ടോ. ഇവിടെ പോസ്റ്റർ വെച്ചപ്പോ ഇതിന്റെ ചുറ്റിക, പിന്നെ വിലങ്ങ്, ഒരു കല്യാണം കൊണ്ട് ആണുങ്ങൾ അനുഭവിക്കുന്ന ഒരു പീഡനത്തെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത് എന്നൊക്കെ ഞങ്ങളുടെ ക്യാമറ എല്ലാ ആണുങ്ങളും അല്ല, സഹദേവൻ അനുഭവിക്കുന്ന പ്രശ്നം. ഓക്കെ, ചില ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആണുങ്ങൾ സഹദേവന്മാർ. ഓക്കെ. ആൻഡ് ജഗദീഷ് ചേട്ടൻ ഇതില് വക്കീലിന്റെ ഒരു റോളാണ്. ടീച്ചറിൽ ആസിഫിക്കാൻ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ജഗദീഷ് ചേട്ടന്റെ അധിപൻ എന്ന ലാലേട്ടനെ വെച്ച് ചെയ്ത് റൈറ്റിംഗ് ജഗദീഷ് ചേട്ടനായിരുന്നു. ലാലേട്ടൻ അതിൽ വക്കീലായിരുന്നു. അപ്പൊ എന്തായാലും വക്കീലന്മാരെ കുറിച്ച് നല്ലോണം ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും ആ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയത്. അപ്പൊ ഇതിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇതിലെ രസമുണ്ട്. നായകനായിട്ടുള്ള സഹദേവനെ പ്രതിക്കൂട്ടിലാക്കി കിട്ടിയതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഈ അഡ്വക്കേറ്റ് വിശ്വനാഥൻ. സാധാരണ അത് അഡ്വക്കേറ്റിന്റെ പ്രൊഫഷനാണ്. അയാൾ കേസ് ഏറ്റെടുത്താൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം, അതാണല്ലോ. അതിനകത്ത് ന്യായ അന്യായങ്ങൾ നോക്കില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സഹദേവൻ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കണം. അത് ഒരു വശത്ത്, അത് അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ പക്ഷം. വ്യക്തിപരമായി ജഗദീഷിന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിലെല്ലാം കുറ്റവാളിയുടെ അംശമുണ്ട്. എല്ലാവരിലും നമ്മളെല്ലാവരും കുറ്റത്തിൽ നിന്ന് വിമുക്തരായിട്ടുള്ള ആരുമില്ല, ലോകത്താരുമില്ല. അതിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു പടമാണ് ആഭ്യന്തര കുറ്റവാളി. അവരവര് തന്നെ ശുദ്ധീകരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. റീതിങ്കിങ് പ്രോസസ്സ് അത് രസകരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ സഹദേവൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ഒരു ഭാഗത്ത്. വിശ്വനാഥൻ പറയുന്നത് 100% കുറ്റവാളിയാണ്. പക്ഷെ പ്രേക്ഷകർ എന്ത് പറയുന്നു എന്ന് നമുക്ക് താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. പ്രേക്ഷകർ എന്ത് പറയും? പ്രേക്ഷകര് എന്നെക്കാളും കൂടുതൽ സഹദേവന്റെ ഭാഗത്താണ് ന്യായം എന്ന് ഒരു പക്ഷെ പറഞ്ഞാൽ വിശ്വനാഥന്റെ പരാജയമാണെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ചർച്ചാ വിഷയമാവും. വിശ്വനാഥൻ പറയുന്നതിൽ കാര്യമുണ്ട്, സഹദേവൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ സഹദേവന്റെ അനുഭവങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ് അവിടെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും. വിട്ടുകൊടുക്കില്ല ഞങ്ങൾ. അപ്പൊ ഒരു യുദ്ധം തന്നെ യുദ്ധമുണ്ട്, ശരിക്കും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ അടുത്തിരിക്കുന്നു ഞങ്ങൾ, പക്ഷെ അടുത്ത് പിടിച്ചിരുത്തിയല്ലേ ഞങ്ങളുടെ ആ ഒരു വിധി വരുന്നത് വരെ എന്നെ മാറ്റിവിടില്ല. അതെ, വിധി തീർച്ചയായിട്ടും നമ്മൾ അടുത്തിരിക്കും. വിശ്വനാഥനും സഹദേവനുമായിട്ട് അകന്നിരിക്കും. സിദ്ധാർത്ഥേട്ടാ, ഇത് ന്യൂ ലുക്കിലൊക്കെ ഒരു അധ്യാപകനൊക്കെ പോലെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ. അങ്ങനെ ഒരു വേഷം ചെയ്യാം, ഒരു ഐഡിയ ഇട്ട് അതെ അതെ, ഇനി ചെയ്തോളൂ. ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ പോലെ ഹാംലെറ്റും മാക്ബത്തും ഒക്കെ പക്ഷെ ലുക്ക് ഇടാണെങ്കിലും അവിടെ കൊടുക്കേണ്ടി ഡബ് ചെയ്യാൻ വിളിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആഭ്യന്തര കുറ്റവാളിയിലേക്ക് വന്നപ്പം? എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? സീരിയസ് ആണോ അതോ ഫൺ റിലേറ്റഡ് ആണോ? ഫൺ റിലേറ്റഡ് അല്ല, കുറച്ച് ഈ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഇതിൽ ഒരു വൺ മോർ റെപ്രസെന്റേഷൻ ഓഫ് അനദർ മെയിൽ ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ്. ഒരു ചെറിയൊരു നൈസ് ഒരു ഒന്ന് ഇടയ്ക്കൊന്ന് പോകുന്ന ഒരു ലൈനില്. ഈ ആസിഫിക്കയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു സുഹൃത്തായിട്ടാണോ? അങ്ങനെ ഉപദേശം സുഹൃത്തൊന്നല്ല, സാഹചര്യത്തിൽ കണ്ടുമുട്ടി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, അങ്ങനെയാണ്. ആൻഡ് അസിസിക്ക ഇതില് പിതാവിന്റെ റോളാണോ കൈകാര്യം ചെയ്യുന്നത്? അത് ചോദിക്കാതിരിക്കാനാ തൊപ്പി ടീഷർട്ട് ഇട്ടു മൊത്തം അച്ഛനാക്കിയത്. ആദ്യം വന്നപ്പോ ഞാൻ ഇതിലെ അച്ഛനാണ് 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ. ഇപ്പൊ വലിയ പിള്ളേരെ കാണിക്കുന്നില്ല, കല്യാണം കഴിച്ചെന്ന് പറയുന്നില്ല. ഇത് നമ്മൾ ഊഹിച്ചോണം ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ലുക്ക് വെച്ച്. ഞാനിതില് സഹദേവന്റെ സുഹൃത്താണ്. ദേശവാസി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പോ സഹദേവന്റെ നന്മകളും അവന്റെ ജീവിത കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു സുഹൃത്ത്, വഴികാട്ടി എന്ന് പറയാൻ വഴികാട്ടിയല്ല അല്ലേ, സന്തത സഹചാരി. നല്ല ഉപദേശങ്ങൾ മാത്രമാണോ കൊടുക്കുന്നത്? ഉപദേശങ്ങൾ
അങ്ങനെ ഉപദേശങ്ങൾ അതായത് കൊടുക്കുന്നത് ഉപദേശം ചോദിക്കാൻ സഹദേവന് 2 പേരേ ഉള്ളൂ. രണ്ടുപേരും ഒന്ന് ദേശവാസിയും ഒന്ന് യൂദാസും. യുദാസ്, അത് ആനന്ദ മന്മഥൻ. ഉപദേശം ചോദിക്കാൻ പറ്റിയ യുദാസ് യുദാസ് കേട്ട് ഞെട്ടരുത്, യു ദാസ് എന്നാണ്. യോഹന്നാൻ മകൻ ദാസ്. ദാസ്. ഓ അതാണ് യു ദാസ്. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കുമ്പോ ജഗദീശൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ജഗദീശന്റെ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം കുറച്ച് മൂവീസിൽ നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തേക്കണവരാണ്, ഗിവ് ആൻഡ് ടേക്ക് റോൾസ് ചെയ്തേക്കുന്നവര്. അപ്പൊ ജഗദീശനെ കുറിച്ച് ആസിഫിക്കൊക്കെ എന്താ പറയാ? അല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും സിനിമകൾ ചെയ്ത് ഇത്രയും വർഷമായിട്ട് ഒരുപാട് വലിയ ആക്ടേഴ്സിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ചേട്ടൻ ഓട്ടോമാറ്റിക്കലി വരുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എസ്പെഷ്യലി കോടതി എടുക്കുമ്പോൾ, കോർട്ട് റൂം എടുക്കുമ്പോൾ ഇദ്ദേഹം ലോയർ ആയിട്ട് വരുന്നത് ഒരുപാട് കോൺട്രിബ്യൂഷൻ ജഗദീഷ് ചേട്ടന്റെ കയ്യിൽ നിന്നുണ്ട്. പല നമ്മൾ സീനിൽ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഈ കോടതി കീഴ്വഴക്കങ്ങൾ വെച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വക്കീലിന്റെ സ്പേസ് നമ്മൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് ചേട്ടൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറെ സീൻസ് പോളിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കുറെ മികച്ച വക്കീൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർത്തിരിക്കും പെട്ടെന്ന് ഒരു ഇപ്പൊ ഇത് പറഞ്ഞ പോലെ വേറൊരു വേഷം ഏതാ ഓർമ്മ വരുന്നത്? വക്കീൽ വേഷം ഹരികൃഷ്ണൻസില് അമ്മാളൂനായിട്ട് പൊരിക്കൂല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല രസമുള്ള വക്കീൽ വേഷങ്ങളുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതാണ്, സംസാരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ പോയി ഇരുന്നാ മതി, വേറെ ടോപ്പിക് ഇടക്കിടക്ക് സേതു വന്ന് വേർത്ത് നിൽക്കുന്നത്. അല്ല, അത് പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവരിലേക്ക് പോവാം. അതായത് ഈ കോടതി എടുക്കുമ്പോ ഒരുപാട് വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് പീസ് ഉണ്ട് ആസിഫിന്. അത് ക്ലോസ് വെച്ചിട്ടുണ്ട് പലപ്പോഴും, ട്രാക്ക് ഒക്കെ ഇട്ട് ആസിഫിന്റെ മാത്രം സഹദേവൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ലൈറ്റ് അപ്പിന് സമയം എടുക്കും. പക്ഷെ എന്റെ ഷോട്ട് അല്ലെങ്കിൽ പോലും ഈ കോടതി സീക്വൻസിൽ ത്രൂ ഔട്ട് ഞാൻ ഈ എന്റെ സീറ്റിൽ തന്നെ ഇരുന്ന് ആസിഫിന്റെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ കാരവനിൽ പോയി റിലാക്സ് ചെയ്യാം. ഞാൻ അവിടെ ഈ രാവിലത്തെ കോടതിയിലെ ഫസ്റ്റ് ഷോട്ട് നമ്മൾ തമ്മിൽ കോമ്പിനേഷൻ കഴിഞ്ഞിരുന്നാൽ തീർന്നിട്ടേ ഞാൻ പോയിക്കോളൂ. അപ്പൊ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയും, ചേട്ടാ ഇപ്പോഴൊന്നും ഇല്ല ചേട്ടാ, കുറെ കഴിയും, ആസിഫിന്റെ കുറെ എടുക്കാണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനത് വാച്ച് ചെയ്യാണ്. അതൊരു സപ്പോർട്ട് തരുന്നതാണ്. കാര്യം ഞാൻ എന്റെ ഡയലോഗ്സ് പറയുന്നതിന്റെ ഇടയിൽ ചില റിയാക്ഷൻസ്, ചില പേടിയോടെയുള്ള എതിർഭാഗം വക്കീലിനെ നോക്കുമ്പോ അവിടെ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ കസേര ഇപ്പം ചേട്ടനില്ലെങ്കിൽ ആ കസേരയിലേക്ക് നോക്കിയായിരിക്കും റിയാക്ട് ചെയ്യേണ്ടത്. പക്ഷെ അതിന് എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ജഗദീഷ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് കൃത്യമായ റിയാക്ഷൻസ് എനിക്ക് എന്നെ നോക്കി പേടിപ്പിക്കേണ്ടടുത്ത് പേടിപ്പിക്കുക, സഹതാപത്തോടെ നോക്കുകയാണെങ്കിൽ നോക്കുക. ഞാൻ തന്നെ പറയാം, ക്യാമറ ഔട്ടാണ് സാർ, ഫ്രെയിമിലില്ല. ഈ ക്യൂ പറയുമ്പോ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞാലും മതി, ക്യൂ അതിന്റെ റിയാക്ഷൻ വെച്ചാണ്. ആ ക്യൂ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ അതിന്റെ ഒരു സംഭവം നമ്മുടെ മോഡുലേഷൻ, ഈ ക്യാരക്ടറിന്റെ തന്നെ മോഡുലേഷനിൽ പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ക്യൂ ഒക്കെ നമ്മൾ എടുത്ത് പറയാം. അതൊക്കെ ഒരു രസമാണെന്നേ. ഞാൻ ആദ്യം ഓർത്ത് പുറത്താരോ കാണാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇറങ്ങാതെ ഷൂട്ടിലാണെന്ന് പറഞ്ഞിട്ട് സാറി വൈകുന്നേരം ഇറങ്ങുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടോ? പോയോ? സാറ് ഷൂട്ടിലാണ്. അത് പറയുമ്പോ ഒരു നടൻ, ഞാൻ ആരെന്ന് പറയില്ല, അത് പറഞ്ഞ ബുദ്ധിമുട്ടാവും. പ്രായിക്കര പാപ്പാന്റെ ചിത്രത്തെ ലൊക്കേഷനിൽ ഒരു നടൻ, പ്രമുഖ നടൻ, അവിടുത്തെ ജുവലറിന്ന് ഒരു മാല വാങ്ങിച്ചു. എന്നിട്ട് കാശ് തരാമെന്ന് പറഞ്ഞു. ഈ കാശ് ആ നടൻ കൊടുത്തില്ല, പകുതി എന്തോ കൊടുത്തുള്ളൂ. പിന്നെ എന്ന് ഈ മുതലാളി വന്ന് ഇങ്ങനെ നോക്കും, അവിടെ ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ ചോദിക്കാൻ നീട്ടി ഈ നടൻ പറയാം, എന്താ ഇങ്ങനെ ചോദിക്കും. അവിടെ തന്നെ ബാക്കി പൈസ ഒന്നുമില്ല, പൊക്കോ. ഇയാള് ഞാൻ പറയും അത് കൊടുക്കണ്ടേ, അതൊക്കെ പിന്നെ കൊടുക്കാം, സീൻ എടുക്ക് ഇന്ന് പറഞ്ഞ ഓരോ ദിവസവും ഇയാള് മുതലാളി വന്ന് നിൽക്കും. എനിക്ക് അവസാനം സിമ്പതി തോന്നി, വളരെ കഷ്ടം തോന്നി. പിന്നെ അവസാനം ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ പൈസയും കൊടുത്തേക്ക്, വെറുതെ അയാൾ എന്നും വരെയല്ലേ. അവസാനം കൊടുത്തു. ഇപ്പൊ ഓരോ ദിവസവും ഒരു മുതലാളി വന്നിങ്ങനെ ഒരു ചെറിയ ജോലിയുടെ മുതലാളി ആനപ്പുറത്ത് കയറിയിരിക്കും, ഇറങ്ങൂല. പേടിയാ അതൊക്കെ. ഈ പടം ഒന്നും കൂടെ കാണണം, കണ്ടിട്ട് സംസാരിക്കണം, ആരും നോക്കണം. എന്താ അല്ല പേടിക്കണ്ട, കമന്റ്സ് തന്നെ വന്നോളൂ, അവരെന്നെ തപ്പി പിടിച്ചു നമുക്കറിയാൻ പറ്റും. ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കുറെ നാളായിട്ട് ജഗദീഷ് ചേട്ടന്റെ 40 years ഓഫ് സിനിമ ജീവിതം ഞാൻ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യാത്ത വ്യക്തിയാണ്. എന്റെ ബർത്ത്ഡേ പോലും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല, പ്രായം പോലും കൂട്ടാറില്ല. അതുകൊണ്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിക്കിപീഡിയയിൽ ദൈവം പോലും മറന്നു കളഞ്ഞു. ഇന്നേ
വരെ എന്റെ ബർത്ത്ഡേക്ക് ആരും ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞിട്ടില്ല. വിക്കിപീഡിയയിലെ ഡേറ്റ് തെറ്റാണ്, അതെ അതെ അതും തെറ്റാണ്. എനിക്ക് അങ്ങനെ സെലിബ്രേഷനോടൊന്നും താല്പര്യമില്ല. എനിക്ക് എന്റെ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ആക്ടിങ് ആണ്. ഇതാണ് എന്റെ സെലിബ്രേഷൻ. കറക്റ്റ് ആണ്. ഇന്റർവ്യൂസ് കൊടുക്കുന്നതാണ്, ഇവരോടൊപ്പം ഒക്കെ ആക്ട് ചെയ്യണതാണ് യാതൊരു സെലിബ്രേഷൻ. സംശയമില്ല. വ്യക്തിപരമായി ഞാൻ ആഘോഷിക്കപ്പെടേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജഗദീഷ് ഇല്ല. ഞാൻ പറഞ്ഞ ജഗദീഷിന്റെ ഒരു റോള്, ജഗദീഷിന്റെ അപ്പുക്കുട്ടൻ ഗംഭീരമായി കേട്ടോ എന്ന് പറയാൻ നേരത്തെ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇതില് ആഭ്യന്തര കുറ്റവാളിയിൽ അഡ്വക്കേറ്റ് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അത് ആഘോഷിക്കാൻ നമുക്ക്. അതല്ലാതെ ജഗദീഷ് എന്ന് പറയുന്നത്, ഇപ്പൊ ആസിഫിനെ കുറിച്ചും ചിലപ്പോൾ പറയില്ല, ആസിഫ് എന്ന് പറയുന്നത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറയുമ്പോൾ ആസിഫിനെ പറഞ്ഞു അയ്യോ ഇതൊരു വലിയ ബാധ്യതയായി മാറുന്നുണ്ടെന്ന് ആസിഫ് പറയുന്ന പോലെ ഞാനും ഒരിക്കലും ഗ്രേറ്റ് ആണെന്ന് ഈ 4 അയലത്തൂടെ അങ്ങനെ സംസാരം പോലും എനിക്കിഷ്ടമല്ല. ഞാൻ ഗ്രേറ്റ് അല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. കലാകാരൻ എന്ന നിലയിൽ എന്നെ വിലയിരുത്തുക, അതിലെനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പേഴ്സണലായിട്ട് വളരെ നല്ല വ്യക്തിത്വമാണെന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ ഒരു അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാനങ്ങനെ നന്നായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് പറയുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അല്ലാത്ത രീതിയിൽ ഞാനിത് ആഘോഷിക്കാൻ താല്പര്യപ്പെടാത്ത ആളാണ്. 40 years I have spent in this industry. അത് ഗ്രേറ്റ് അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, വേറെ ആർക്കത് പറ്റും? ആർക്കത് പറ്റും? അത് 40 കൊല്ലം വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ കൊണ്ടുപോയില്ലേ? അല്ലേ ആസിഫേ? എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജഗദീഷ് ആണെങ്കിൽ ഞാൻ പറയും എങ്ങനെയോ ഒക്കെ 40 കൊല്ലം തികച്ച് ഇതേപോലെയൊക്കെ അങ്ങ് പോയാൽ മതി. ഇതാണ് ജഗദീഷ്, മറ്റേ ജഗദീഷ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ വേണ്ട എന്ന് പറയുന്നത്. 40 years വേണ്ട, 41 years വേണ്ട, ഒന്നും വേണ്ട. സെലിബ്രേഷൻ വേണ്ട. സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച ചിത്രങ്ങൾ, അതിന്റെ സെലിബ്രേഷൻ, അതിൽ പങ്കെടുത്ത് ഒരു ഷീൽഡ് വാങ്ങുക, അത് പ്രത്യേക സന്തോഷമാണ്. കാരണം പ്രേക്ഷകരെ ആ ചിത്രത്തിന്റെ കൂടെ നിന്നിട്ടുള്ളതിന്റെ തെളിവാണ് ഈ ഷീൽഡ്. ആ ഷീൽഡ് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആഭ്യന്തര കുറ്റവാളിക്കും ഒരു ഷീൽഡ് കിട്ടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ കിട്ടട്ടെ. ഇപ്പൊ അപ്സ് ആൻഡ് ഡൗൺസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അജു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തതിൽ അജു ചേട്ടൻ പറഞ്ഞു എനിക്ക് ആസിഫിന്റെ ഗ്രാഫാണ് ഭയങ്കര ഇഷ്ടം. ഒരു ഉയർച്ചുണ്ടാവും, കുറച്ച് താഴ്ച ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഗ്രാഫിലാണ് ആസിഫിന്റെ ആ ഒരു മൂവി ജീവിതം പോകുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രാഫിനോടാ താല്പര്യം എന്ന് അജു ചേട്ടൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആ ഒരു ഗ്രാഫിനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ അജു ചേട്ടൻ പറഞ്ഞ ആ ഒരു ഗ്രാഫിനെ പറ്റി? ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു വീഴ്ച ഉണ്ടാവുന്നു, ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞ ഒരു ഉയർച്ച ഉണ്ടാവും എന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് അഹങ്കരിക്കാതിരിക്കാനും ഒരുപാട് വിഷമിക്കാതിരിക്കാനും അത് പറ്റും. അത് പ്രകൃതിയിലൊരു പ്രോസസ്സാണ്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരാൾക്കും ഉണ്ട്. മറ്റേ CID പ്ലെയിൻ ഓടിക്കാൻ എളുപ്പമല്ലേ, മല കാണുമ്പോ പുഴ കാണുമ്പോ അത്രേ ഉള്ളൂ. മല കാണുമ്പോ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ അടിയില് ഒരുപാട് കമന്റ്സ് വന്ന കഴിഞ്ഞ വർഷം ആസിഫിക്കയുടെ വിജയമാണ്. അപ്പൊ ഇതും കൂടെ ഹാട്രിക് അടിക്കട്ടെ എന്നാണ് ആസിഫിക്കനെ സ്നേഹിക്കുന്ന ഞങ്ങളെ അടക്കം പ്രേക്ഷകർ പറയുന്നത്. സോ അത് കേൾക്കുമ്പോ എന്ത് തോന്നുന്നു ആസിഫിക്കയ്ക്ക്? എനിക്ക് ഞാൻ ഇന്നലെയാണ് ഇതിന്റെ പ്രൊമോഷൻസ് ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുവരെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോ ഒരു ബേജാറ് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ടെൻഷൻ അടിച്ചു തുടങ്ങിയോ? കാര്യം ഇത്രയും നാളൊന്നും അങ്ങനെ ഭയങ്കര പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു എന്റെ പടം നടക്കുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല പടങ്ങൾ വന്നപ്പോ ആളുകൾക്ക് അമിത പ്രതീക്ഷകൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ്. സ്ക്രിപ്റ്റ് കേൾക്കുന്നതും അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഇതിന് വേണ്ട എഫേർട്ടുകളെല്ലാം എപ്പോഴും സിമിലർ സെയിം ആയിട്ട് തന്നെയാണ്. അതിൽ വേറെ ഇപ്പൊ കഴിഞ്ഞ പടങ്ങൾ നന്നായത് കൊണ്ട് ഇതിന് കൂടുതൽ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും ഞാൻ ഇടുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ ടീച്ചറിൽ പറയുന്നുണ്ട് ജഗദീഷ് ആകപ്പാടെ എന്റെ കക്ഷി അന്വേഷിച്ചത് ദുശീലങ്ങൾ ഇല്ലാത്ത പെണ്ണിനെ പൊന്നുപോലെ നോക്കണം എന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്റെ കക്ഷി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാരും വിവാഹിതരാണല്ലോ. അപ്പം ആസിഫിക്ക സമചേച്ചിന്റെ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കല്യാണത്തിന് വന്നപ്പോ എന്തായാലും അവർ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഒരു കൺസേൺ ഒക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റെ മോളെ ഇങ്ങനെ കെട്ടിച്ചേരുമ്പോ എന്താണ് ഫസ്റ്റ് പറഞ്ഞത് അച്ഛൻ? അങ്ങനെ പറയാൻ അല്ല, അവർ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അന്വേഷിക്കാൻ എളുപ്പമാണ്, ഗൂഗിളിൽ അടിച്ചു അങ്ങനെ എടുത്ത് ചോദിക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആസിഫൊക്കെ പക്ക ഇത് ജഗദീശന്റെ കല്യാണം ആ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? ആ ടൈമിലല്ല, ഞാൻ ഒരു വളരെ മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം വേറൊന്നുമല്ല, ഈ
ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം രണ്ടുപേരുടെ ഇൻകം കൊണ്ട് എന്നെപ്പോലുള്ള ഒരാൾക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു റിയാലിറ്റി ആയിരുന്നു അത്. ഒരു കോളേജ് അധ്യാപകൻ്റെ സാലറി വെച്ച് വളരെ ബുദ്ധിമുട്ടാണ്. വൈഫിനും കൂടെ സാലറി ഉണ്ടെങ്കിൽ, അപ്പോൾ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അത്രത്തോളം നല്ലത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഡോക്ടറെയാണ് ഒരാളെ പെണ്ണ് കണ്ടിട്ടുള്ളൂ. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ, അയാളെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ എനിക്ക് സമയം കിട്ടിയില്ല ചിന്തിക്കാൻ. അവര് വർഷങ്ങളായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഞാന് എല്ലാം 10 ദിവസം കൊണ്ടായിരുന്നു പെണ്ണ് കാണുന്നതും കല്യാണം എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം 10 ദിവസമാണ് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത്. അല്ല, രാവിലെ കണ്ട വൈകുന്നേരം എത്തും വീട്ടിൽ. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സമയം കൊടുത്തില്ല. അതിനുമ്പ് ഞാൻ കിട്ടി. 10 ദിവസം കൂടുതൽ പെട്ടെന്ന് നടക്കണമെന്ന് കൂടുതൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ വെളിയിൽ വന്നേ. അത് ഇങ്ങനെ വരും, അതായത് കേട്ടോ വീട്ടില് നിർബന്ധിക്കണ്ട് ആരും. ഞാൻ ഒരുപാട് നന്മകളുണ്ടെന്നല്ലോ ജഗദീഷ്. അസീസിക്കയുടെ നന്മകളൊന്ന് പറഞ്ഞേ. അല്ല, ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അസീസിനെ അറിയാവുന്നുള്ളത് എനിക്കാണ്. കാരണം അസീസുമായിട്ട് ഡെയിലി ഞങ്ങൾ തമ്മിൽ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കോമഡി സ്റ്റാർസ് എന്നുള്ള ആ കാലഘട്ടത്തില് അസീസ് പെർഫോമറാണ്, ആർട്ടിസ്റ്റാണ്, ഞാൻ ജഡ്ജാണ്. അപ്പൊ ജഡ്ജ് എന്ന നിലയിൽ ഞാൻ ജഡ്ജും ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഫ്രണ്ട്സും കൂടെ ആയിരുന്നു. വാഴ 2ന്റെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ഫുൾ സെലിബ്രേഷൻ മൂഡാണ്. അപ്പൊ വാഴ 2ന്റെ എന്തെങ്കിലും വാഴ 2ല് ഒരു അച്ഛൻ എന്ന് പറയുമ്പോ അച്ഛന്മാരുടെ കഥ പറയണമെങ്കിൽ മക്കളുടെ കഥ പറയണം. ഇത്തവണ പറയുന്ന മക്കളുടെ കഥ ഞങ്ങളുടെ മക്കളുടെ കഥയല്ല, വേറെ മക്കളുടെ കഥയാണ്. ഞങ്ങളുടെ മക്കൾ വേറെയാണ്. ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടു. പടത്തിലില്ല. അതിനാണ് ഈ പരത്തുന്നത്. പൂജയ്ക്ക് പോയപ്പോഴാണ് അറിഞ്ഞത്. പൂജയ്ക്ക് പോയപ്പോ ലിസ്റ്റിൽ പേരില്ല. കത്തിക്കാൻ തിരിയില്ല. എല്ലാരും കത്തിച്ചു, നമുക്ക് മാത്രമല്ല. പിന്നെ നമ്മള് എത്ര നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാല് ഈ ആ സിനിമയിൽ നമ്മൾക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ കൊണ്ടുപോയി നിർത്താനോ അതല്ല. ആ റിലേഷനിലുള്ള ഒരു വിശ്വാസവും കൂടിയാണ് അത് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ ഏറ്റവും വലിയ ഹിറ്റാണ് കെട്ടുകൾ എന്റെ മാലാക. അതിനുശേഷം നിസാം സംവിധാനം ചെയ്തതിൽ എന്റെ മുഖം പോലും കാണിച്ചിട്ടില്ല. എന്നെ കൊണ്ടുപോയി മുഖം മൂടിയിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. 3ാമത്തെ പടം അനിൽ ബാബുമാര് അവരുടെ 6 ചിത്രങ്ങളിൽ ഞാൻ ഹീറോ ആണ്. 6 വിജയിച്ചു. അതിനുശേഷം അവര് തുടർന്നുള്ള ചിത്രങ്ങളിൽ ഒരെണ്ണത്തിൽ സുരേഷ് ഗോപി, മമ്മൂക്ക എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അടുത്ത ചിത്രത്തിൽ സുരേഷ് ചേട്ടൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യം. അതിൻ്റെ അടുത്ത് മമ്മൂക്ക കിട്ടി. ഞാൻ പറഞ്ഞു അങ്ങനെ വളരണം, അല്ലാതെ എന്നും ജഗദീഷിൽ നിന്നു പോരുത്, നിങ്ങൾ ഇനിയും വളരണം, അടുത്ത തലത്തിലോട്ട് പോകണം എന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ 6 ചിത്രങ്ങളും സന്തോഷം ഹിറ്റായി എന്ന് കരുതി എന്നും നമുക്ക് വേണ്ടി നമ്മളെ തന്നെ ഹീറോ ആക്കി സിനിമ എടുക്കണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പ് വേറെ, അത് ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു. ഇന്ന് ബാബു എന്നില്ല, അനിലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇന്നുണ്ട്. ഇപ്പൊ സിദ്ധാർത്ഥന്റെ സൈഡിലേക്ക് വരാൻ, സിദ്ധാർത്ഥന്റെ എല്ലാ കഴിവുകളുണ്ട്. ഡയറക്ഷൻ, എഡിറ്റിംഗ്, ആക്ടിങ്, എഡിറ്റിംഗ് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടാണ്. എനിക്ക് തോന്നുന്നു രാജീവ് സാറാണ് എഡിറ്റിംഗ് ഒരു 27,000 രൂപ തന്നിട്ടുള്ള ഒരു കഥ രാജീവ് സാറാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ചേർത്തത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഒരു എഡിറ്റിംഗിലേക്ക് കടക്കാതെ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണോ അതോ നല്ലൊരു അവിടെ ഇരുന്ന് അത് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് ഇരുന്ന് പിന്നെ ഇറ്റ് വാസ് എ ടൂൾ ടു ലേൺ ഫിലിം മേക്കിംഗ്. അതൊന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കഴിഞ്ഞു. പിന്നെ ഐ ഡിഡ്ന്റ് ഇന്റെൻഡ് ടു കണ്ടിന്യൂ ആസ് ആൻ എഡിറ്റർ സിറ്റിംഗ് ദേർ. എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹപ്പെടുന്ന അതിലൂടെ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ അവര് പറയാം മറ്റേ ബൈറ്റ്സ് ഇല്ല മറ്റേതില്ല അതൊക്കെ പറഞ്ഞല്ലോ. ഏത് ബൈറ്റ് ഔട്ടല്ലേ? അത് പറയാനുള്ളൊരു ധൈര്യം മാത്രം, വേറെ അത് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ കുറെ നാളായി അതൊക്കെ ടച്ച് വിട്ടിട്ട്. ഓക്കെ. ജോണി ലൂക്കോസ് സാറ് ആസിഫിക്കനെ കുറിച്ച് ഇങ്ങനെയാണ് മനോരമയിൽ പറഞ്ഞിരിക്കുന്നത്: മനുഷ്യത്വം കൊണ്ട് മാതൃക തീർത്തൊരു വ്യക്തിത്വമാണ് ആസിഫ് അലിയുടെ എന്നാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിസിബിൾ ആണ്. ഭയങ്കര ഡൗൺ ടു എർത്ത്. സാറിന് മറ്റൊരു വാക്കും കുഴിച്ച് മറ്റേ തല
സാറിനെ മറ്റത് വാക്കും, നിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാം. ഇല്ല, അപ്പോ, അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആസിഫിക്ക എന്നാണ് പറഞ്ഞത് മനോരമയ്ക്ക് കൊടുത്ത ഒരു ആർട്ടിക്കിളില്. അപ്പം സന്തോഷം. എങ്ങനെയാണ് ഈ എല്ലാ പ്രേക്ഷകരോടും ഒരേപോലെ ഇങ്ങനെ ചിരിച്ചും, അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഫിക്ക് എത്ര ബിസി ആയാലും, ഇപ്പൊ ഞങ്ങൾ ഷോർട്സിലൂടെയും ഇതിലൂടെയൊക്കെ റീൽസിലൂടെ ഒക്കെ കാണുക, എത്ര ബിസി ആയാലും ഒരു ഐ കോണ്ടാക്ട് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കും. ഏതൊരു ആരാധകൻ വന്നു നിന്നാലും അങ്ങനെ കാണാതെ പോയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഐ കോണ്ടാക്ട് എങ്കിലും ആസിഫിക്ക കൊടുത്തിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ആസിഫിക്കനെ. ഇത് ആസിഫിന്റെ അടുത്ത് നിങ്ങൾക്ക് നല്ല വിഷമമില്ലേ ഈ കാര്യത്തില്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നടക്കണം. ഇത് ഒരിക്കലും ആസിഫ് എന്റെ അടുത്ത് എന്നെ കുറിച്ച് ചോദിച്ചാലും എനിക്ക് പറയാനൊന്നുമില്ല. ആസിഫിന്റെ അടുത്ത് ചോദിച്ചാൽ ആസിഫിനോട് പറയാം. പക്ഷെ അല്ല എപ്പോഴും ആസിഫിനോട് ഞാൻ പറയാം അല്ല ഞാൻ പറയാം അല്ല ഒരിക്കലും ആസിഫിനോട് ഞാൻ പറയാം. കാരണം ആസി ഇന്ന് എവിടെയാണോ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സത്യസന്ധമായിട്ട് പറയാം. നമ്മൾ ആഭ്യന്തര കുറ്റവാളിയിലും ഭയങ്കര സന്തോഷം, ഹാപ്പി, ഭയങ്കര രസമായിരുന്നു നമ്മള്. അപ്പൊ എൻ്റെ അടുത്ത് തുറന്നു വിടും, ഇക്ക വിളിക്കണേ, ചിലപ്പോൾ മെസ്സേജ് ഞാൻ കണ്ടില്ലെന്ന് വരും, ചിലപ്പം ഒന്നും തോന്നരുത് എന്നൊക്കെ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ഒരു മെസ്സേജ് ചിലപ്പം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എന്തെങ്കിലും കോമഡി അടിക്കും, അല്ലെങ്കിൽ ചില മെസ്സേജ് ഇട്ടാണ്ട ഞാൻ അപ്പൊ എനിക്കറിയാം അത് നോക്കാത്തതല്ല പുള്ളി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പഠിച്ചു വിളിക്കണം, എന്നെ ഇങ്ങോട്ട് വിളിക്കണം, ഞാൻ ചിലപ്പോൾ മറന്നു. ഇത് പിന്നെ അതങ്ങനെ. പിന്നെ ഇന്ന് എവിടെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നെ മനസ്സിലാക്കിയത് ഭയങ്കര അങ്ങനത്തെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നാലും ആസിഫ് നേരെ വരുന്നു, വന്നാലും അവിടെയുള്ള എല്ലാവരുടെ അടുത്തും സുഖല്ലേ അപ്പോൾ ഷൂട്ട് നടക്കൂല, ലൈറ്റും പോവും, എല്ലാരോടും കയ്യെല്ലാം നാട്ടുകാരടുത്ത് പോലും പോകും, കയറി പോയിട്ട് സുഖല്ലേ അതല്ലേ എടുത്തോളാം. അല്ല, ഇത്തരം കോംപ്ലിമെന്റ്സ് കിട്ടുമ്പം അതൊരു വേറെ രീതിയിൽ നല്ലതാണ്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഒരു കോംപ്ലിമെന്റും കാര്യങ്ങളൊക്കെ കിട്ടി പ്രേക്ഷകരൊക്കെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ആ സ്നേഹം കുറയ്ക്കാതിരിക്കാനുള്ള ഒരു നിലനിർത്തുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക, അത് നല്ലത് തന്നെയാണ്. ഇത് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും, അതുകൊണ്ട് പറയരുത്. അത് അവിടെയാണ് ഇത് ഇപ്പൊ ഈ പറയുന്നതെല്ലാം ഓർഗാനിക് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് പറയുമ്പോ ചിലപ്പോ ഇനി ഞാൻ കോൺഷ്യസ് ആവും, എന്നെ പറ്റി ആളുകൾ കൊടുത്തില്ലല്ലോ, എന്നെ പറ്റി ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പെരുമാറണം എന്ന് ഞാൻ നിങ്ങളെ നോക്കിയില്ലേ, നോക്കിയല്ലോ. ഓ താങ്ക് യു. നമുക്കിത് വിട്ടുപിടിക്കാം, വേറെ വിട്ടുപിടി. അതെ, വിട്ടുപിടിക്കാം. ജഗദീഷ് ഏട്ടൻ ഇങ്ങനെ കൈകൾ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രത്യേക സിദ്ധി ഉണ്ട് ജഗദീഷ് ഏട്ടൻ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജഗദീഷ് ഏട്ടൻ പല ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞതും കേട്ടിട്ടുണ്ട്. അപ്പം ഈ ലൊക്കേഷനിലൊക്കെ വിളിച്ചിട്ട് പടം ഓടുവോന്ന് ചോദിച്ചിട്ട് വിടും. ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നറിയാം, കഥ പറയാൻ ആൾക്കാരാണ്, പക്ഷെ റിലീസിന് കാത്തിരിക്കുന്ന ഡയറക്ടർമാരാണ് കൂടുതൽ വരുന്നത്. ഇല്ല, അപ്പൊ ജഗദീഷ് കുറെ പേരുടെ ഇങ്ങനെ കൈയൊക്കെ നോക്കി പ്രവേശിച്ചിട്ടുണ്ട്, അതെല്ലാം സത്യമായിട്ട് ചിലതൊക്കെ നടന്നിട്ടുമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആഭ്യന്തര കുറ്റവാളി ഇവരുടെയൊക്കെ ആഭ്യന്തര കുറ്റവാളിയെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതീക്ഷ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എഫേർട്സ് എടുത്തിട്ടുണ്ട്. ഒരു നല്ല ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന ചിന്തയോടെ സേതു എന്നുള്ള സംവിധായകൻ, സേതുനാഥ് എന്ന സംവിധായകൻ, ആസിഫ് അലി എന്ന ഹീറോ, ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അത് പോളിഷ് ചെയ്ത് ഈ സ്റ്റേജിൽ കാണുന്നതിന് മുമ്പ് ഇതിനകത്ത് ചില സീനുകളൊക്കെ സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് തന്നെ കളഞ്ഞ സീനുകളുണ്ട്. എനിക്കറിയില്ല ഡീറ്റെയിൽസ്, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ചില സീനുകൾ സ്ക്രിപ്റ്റിൻ്റെ ആ സ്റ്റേജിൽ തന്നെ ഡിസ്കസ് ചെയ്ത് ചില സീനുകൾ മാറ്റിയിട്ടുണ്ട്, ചില സീനുകൾ കളഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ചില ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. ചിലത് ആവശ്യമില്ല, നല്ല സീനാണ് പക്ഷെ അത് വേണ്ട, ഈ പടത്തിന് അത് വേണ്ട, കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, അത് ചിലപ്പോൾ ഒരു പെർസെൻറ്റ് ഈ ഇതിൻ്റെ ഫ്ലോയെ ബാധിച്ചാലോ എന്ന് പറഞ്ഞാൽ 1% ഫ്ലോയെ ബാധിക്കുന്നത്, ആ സീൻ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ഇന്ന് വരെ തീരുമാനിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് മൂവി എത്തണം എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് പറയാൻ പറ്റും. 99.9% അങ്ങനെ 10% എന്നുള്ളൊരു കാര്യമില്ല, ലോകത്തില്ല. അപ്പം അതൊക്കെ ഏറ്റവും മിനിമം ഫ്ലോസ് ഉള്ള ഒരു സിനിമ ആയിരിക്കും. ഏറ്റവും മാക്സിമം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറും പൊട്ടിച്ചിരി മാത്രമല്ലല്ലോ, നമ്മുടെ മനസ്സിൽ പതിയുന്നതെല്ലാം എൻ്റർടൈൻമെൻറ്റാണ്.
നമ്മുടെ മനസ്സിൽ പതിയുന്ന കുറേ രംഗങ്ങളുണ്ടാവും. ഫീലിങ്സ് അത് ഒരു ചർച്ചയായി മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. ഓക്കെ, അപ്പം ഈ പ്രൊഡക്ഷൻ എല്ലാം സത്യസന്ധമായിട്ട് തന്നെ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകരും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മൂവി ഈ മന്ത് ഏപ്രിൽ അല്ലേ റിലീസ് ഏപ്രിൽ. ആകാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം ഇനിയും അടിപൊളി മൂവീസ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.